ഹായ്, എല്ലാവർക്കും വണക്കം. ഞാൻ സംസാരിക്കുന്നത് പാക് അനുകൂലികളോടാണ് സംസാരിക്കുന്നത്. ഇവന്മാർക്ക് എന്താണ് ഇത്ര കടി? എന്താണ് ഇത്ര ചൊറിച്ചൽ? പാകിസ്ഥാനിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ, അല്ലെങ്കിൽ പാകിസ്ഥാൻ ഇങ്ങോട്ട് കയറി എന്തെങ്കിലും അറ്റാക്ക് ചെയ്താൽ ഇന്ത്യൻ സൈന്യം അല്ലെങ്കിൽ ഇന്ത്യ, നമ്മുടെ രാജ്യം അതൊക്കെ പഞ്ചപുച്ഛമായിട്ട് അടങ്ങി മിണ്ടാണ്ട് കിട്ടിയതും മേടിച്ച് കിടന്നുറങ്ങുക. ഇതാണ് പാക് അനുകൂലികളുടെ ഒരു 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 എന്താ പറയുക, ഒരു സന്തോഷം. പണ്ടിങ്ങനെയായിരുന്നു, ഇപ്പം മാറി. ഇപ്പം ഇങ്ങോട്ട് കൊത്തിയ തിരിച്ച് അങ്ങോട്ട് 10 മടങ്ങ് കൊത്തണം എന്നുള്ള വാശി തന്നെയാണ് ഇപ്പോൾ. വെറുതെ അല്ല, നമ്മൾ ഇങ്ങോട്ട് കൊത്താൻ വരുമ്പോഴാണ് അങ്ങോട്ട് കൊത്തുന്നത്. അല്ലാതെ ഒരു മനുഷ്യൻ വെറുതെ പോയി കൊത്തും. അത് എന്താ പറയുക, മതം തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചവർ, ഏത് മതമായിക്കോട്ടെ, ഒരു മതം മാത്രമല്ല, ഏത് മതമായിക്കോട്ടെ, അതിൽ ഭ്രാന്ത് വന്നു കഴിഞ്ഞാൽ, മതം തലയ്ക്ക് പിടിച്ച് ഭ്രാന്ത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നതൊക്കെ ഭ്രാന്തിൻ്റെ രൂപത്തിൽ, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു തീവ്രമായ സ്വഭാവം, തീവ്രവാദി എന്ന് പറയുന്ന സ്വഭാവത്തിൽ കണ്ണി കണ്ടെന്നെല്ലാം കൊള്ളുക. ഇതിപ്പോൾ പഹൽഗാമിൽ കണ്ടില്ലേ, മതം നോക്കി തെരഞ്ഞെടുത്ത് കൊന്നതാ. ഇത് തിരിച്ചടിക്കാൻ പാടില്ല, അത് നമുക്ക് സ്വീകരിക്കാം. നമ്മളതല്ലേ, നമുക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ, അത് ഇന്ത്യക്കാരല്ലേ, കുഴപ്പമൊന്നുമില്ല. ഇതാണ് പാക് അണികൾ, അതായത് പാക് രാജ്യം എവിടെയാണെങ്കിലും നമ്മുടെ ഇന്ത്യയിലകത്ത് ഒരുപാട് പാക്കിനോട് അനുകൂലിക്കുന്ന തീവ്ര സ്വഭാവമുള്ള, തീവ്രവാദികളെ പോലെ സ്വഭാവമുള്ളവർ ഈ നാട്ടിലുണ്ട്. പിന്നെ അതിന് പോരാതെ ഒരുപാട് സെലിബ്രിറ്റികൾ, ഒരു ലേഡീസ് പറയാം, ഒരു സെലിബ്രിറ്റി ലേഡീസ് പറയാം, എനിക്ക് പാകിസ്ഥാനിൽ ഒരുപാട് ഫ്രണ്ട് ഉണ്ട്, അതുണ്ട് ഇതുണ്ട്. മാങ്ങാത്തോലി ഫ്രണ്ടിൻ്റെ വെച്ചിട്ട് അവിടെ ആക്രമിച്ച് ഇങ്ങനെ കൊള്ളണമെന്നുണ്ടോ? ഇതൊക്കെ കണ്ടിട്ട് എന്ത് മനുഷ്യന്മാരതൊക്കെ. നമ്മളെ സഹോദരികളെല്ലാവരും എന്ത് ചെയ്താലും പഞ്ചപുച്ഛം പേടിച്ചോച്ചാനിച്ച് ഉണ്ടാണ്ടൊക്കെ, സഹിച്ച് ഉണ്ടാണ്ടൊക്കെ, എതിർക്കാനേ പാടില്ല. ഇപ്പതാ നമ്മളെ ഈ യുദ്ധം എന്തിനാ വെറുതെ തുടങ്ങിയതാ? പാകിസ്ഥാൻ ഇങ്ങോട്ട് വന്ന് ചൊറിഞ്ഞിട്ടല്ല അങ്ങോട്ട് നിരത്തിയത്. അതെന്താ ഇവിടെ ചെയ്യണമെന്ന് എന്താ നിങ്ങൾക്ക് പൊള്ളാത്തത്? എന്താ കാരണം എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്രയും പാക് അനുകൂലികളോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ വീട്ടിലാണ് ഒരാൾക്ക് ഇങ്ങനെ സംഭവിച്ചതെങ്കിൽ നിങ്ങളെന്ത് ചെയ്യും? പാക്കിനെ അനുകൂലിക്കുമോ? അത് ഇന്ത്യ അനുകൂലിക്കുക, നമ്മുടെ രാജ്യത്തെ അനുകൂലിക്കുക? എന്താ നിങ്ങൾ ചെയ്യാൻ? നിങ്ങളൊക്കെ എന്താ വേണ്ടതറിയോ? നിങ്ങൾക്ക് അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ അവിടെ പോയി ജീവിക്കാം. നിങ്ങൾക്ക് അതിനോടല്ല താല്പര്യം, പാക്കിനോടല്ല, അല്ലെങ്കിൽ പാകിസ്ഥാൻ രാജ്യത്തോടല്ലേ, അവിടുത്തെ ജനങ്ങളോട്, അവിടുത്തെ എന്താ പറയുക, ഒരു മതഭ്രാന്തുള്ള ആ കൂട്ടത്തോടല്ലേ നിങ്ങൾക്ക് താല്പര്യം. അപ്പോൾ അവിടെ ജീവിക്കൂ, നിങ്ങൾക്ക് അതാണ് ഇഷ്ടമെങ്കിൽ അവിടെ ജീവിക്കൂ. എന്നിട്ട് ഇങ്ങോട്ട് കുറ്റം പറയുക, അല്ലെങ്കിൽ ഇങ്ങോട്ട് ആക്രമിക്കാൻ വരുമ്പോഴൊക്കെ തിരിച്ചങ്ങോട്ടും കൊടുക്കും. അത് ഇപ്പം മിണ്ടാണ്ടൊക്കെ സ്വഭാവമില്ല. ഈ പാക് അനുകൂലികൾ ഒരു കാര്യം ചെയ്യും, ഇങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ അതിർത്തിയിൽ പോയിട്ടൊന്ന് നിൽക്കുക. അതിർത്തിയിൽ പട്ടാളക്കാരെ സൈന്യത്തിൻ്റെ കൂടെ നിന്നിട്ട് യുദ്ധം ചെയ്യാൻ തയ്യാറ് നിൽക്കുമോ? അൻഡോർപ്പുണ്ട് നിങ്ങൾക്ക് മൂത്രയ്ക്കും, നിന്ന കൂട്ടുന്ന മൂത്രയ്ക്കും, എന്നിട്ടാണ് ഇവിടുന്ന് വലിയ അനുകൂലം പറയണത്. വേണ്ട, പാകിസ്ഥാനിൽ പോയിട്ട് തിരിച്ചിങ്ങോട്ട് നിൽക്ക്, ഇന്ത്യൻ സൈന്യത്തിനായി നിൽക്കുക. മുട്ട് പറയ്ക്കില്ലേ, പേടിച്ച് അപ്പിട്ട് പോകുന്നുണ്ട്, മൂത്രം വയ്ക്കും. എന്നിട്ടാണ് ഇവിടെ കിടന്നിട്ട് അലറി കാര്യണത്, പാകിസ്ഥാനേന്നോ. അവിടെ ശരിയാ, ഗർഭിണികളും കുട്ടികളും എല്ലാവരും ഉണ്ട്. പക്ഷെ ഇത് ആര് ചെയ്തതിൻ്റെ ഫലമാണ് ഈ അനുഭവിക്കുന്നത് മനസ്സിലാക്കണ്ടേ? അതൊന്നും ഇങ്ങനെ ചിന്തിക്കാത്തത്? അതൊന്നും ഒരു ഓർമ്മ ഒന്നുമില്ലേ? ഇതെന്ത് അങ്ങനെ തീവ്രവാദികൾ ഉള്ളതുകൊണ്ടാണ്
ഈ സാധാരണക്കാരെ ഒന്നും അറിയാത്ത ജനങ്ങൾ പെടുന്നത് അത് നിങ്ങൾക്കറിയില്ല. ഇപ്പം ഈ വലിയ യുദ്ധം നടക്കുമ്പോൾ യുദ്ധം നടക്കുന്ന എന്തിനാ? നമ്മളെ സംരക്ഷിക്കുകയാണ് പട്ടാളക്കാരെ, നമ്മൾ ഇന്ത്യൻ സൈന്യം. നമ്മൾ ഇന്ന് ഇവിടെ സ്വസ്ഥമായിട്ട് ആഹാരം കഴിച്ച് കിടന്നുറങ്ങണം. നമുക്ക് വേണ്ടത് എവിടെയാണോ, എങ്ങനെ ടൂറോ, എന്ത് സംഭവം ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരുടെ കാരുണ്യം, അത് മനസ്സിലാക്കണം. നമ്മളെ ഇന്ത്യൻ സൈന്യത്തിൻ്റെ കാരുണ്യം കൊണ്ടാണ് നമ്മളിന്ന് അവിടെ സുഖമായിട്ട് നടക്കുന്നതും കിടക്കുന്നതും ചിരിക്കുന്നതും സന്തോഷങ്ങളും എല്ലാം ആഘോഷിക്കണ വരെ. അവരവിടെ ഇല്ലയെന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്ക് സംസാരിക്കുക? വാ പൊന്തുവോ? ആരെങ്കിലും ഉണ്ടാവും ഇവിടെ? അപ്പം ഈ യുദ്ധത്തിൽ നമുക്ക് സൈന്യത്തിൽ സപ്പോർട്ടാണ് കൊടുക്കേണ്ടത്. അവർക്ക് വേണ്ട പ്രാർത്ഥന, അവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും നമ്മൾ ഓരോ ഇന്ത്യൻ പൗരനും അവർക്ക് കൊടുക്കണം. എന്നാലേ അവർക്ക് വിജയം കൊഴിയാനും പറ്റുള്ളൂ. അവർക്ക് ഒരു ശരീരത്തിൽ എന്താ പറയുക, പവർ വരുള്ളൂ. അവർക്കറിയില്ലേ നമ്മളെ ജനത നമ്മൾ കൂടെ ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ പിന്നെ യാന്ത്രികമായിട്ട് എവിടെ നിന്നല്ല യാന്ത്രികമായിട്ട് ചെയ്യവർ. അപ്പം നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് സപ്പോർട്ട് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കുക, കുറ്റം പറയല്ലേ, വെറുതെ എന്താ ശവത്ത് കുത്തല്ലേ എന്ന് പറയില്ലേ, അങ്ങനെ ചെയ്യല്ലേ. ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം ഒരുപാട് മീഡിയകളിൽ ഇപ്പോൾ മറ്റേ ബിഗ് ബോക്സിൽ താരമായി വന്ന ഒരു സലീം പറഞ്ഞ ആള്, റിയാസ് സലീമ, അങ്ങനത്തെ ഒരു ആള്, അയാളൊക്കെ എന്ത് മനുഷ്യനാണ്. അവൻ പോലെ മേക്കപ്പ് ചെയ്ത് പെണ്ണല്ല ആണില്ലാത്ത രൂപത്തിൽ ഇവിടെ നടക്കണ്ടല്ലോ. അതാ നടക്കണ ഇന്ത്യൻ പട്ടാളം ഉള്ളതുകൊണ്ടാണ്. അല്ല ഇപ്പം മേക്കപ്പ് ചുണ്ടും ചോപ്പിച്ച് നടക്കുമോ? ഈ റിയാസ് നടക്കുമോ? എന്നിട്ട് നമുക്ക് രാജ്യത്തിനെതിരെ തിരിഞ്ഞിക്കണ്. അവനൊക്കെ എണീറ്റ് നടക്കുകയാണെങ്കിൽ ആ പട്ടാളത്തിൻ്റെ കഴിവ് തന്നെ. ഇപ്പം വല്ല ചിലക്കാതെ ആ സൈന്യത്തിൽ പോയി നിൽക്കട്ടെ, നിൽക്കുമോ? ഒരു സെലിബ്രിറ്റി, അടുപ്പിൽ സെലിബ്രിറ്റിയാണ്. അവരൊക്കെ കേസെടുത്ത് ജയിലിലടക്കണവനൊക്കെ. നമ്മളെ ഇന്ത്യൻ രാജ്യത്തെ കൊത്തിപ്പറയും, നമ്മളെ സൈന്യത്തെ ആക്ഷേപിക്കുക, നമ്മളെ സൈന്യത്തെ അവഹേളിക്കുക, നമ്മളെ എന്താ പറയുക, നമ്മളെ രാജ്യത്തിനെതിരെ തിരിഞ്ഞ ആരാണെങ്കിലും ഏത് മതമാണെങ്കിലും അവരെ പിടിച്ച് ജയിലിലടക്കണം. പിന്നെ അവർക്ക് പിന്നെ അവിടെ ജീവിക്കാൻ അവകാശമില്ല. നേരെ കുത്തുകയാണെങ്കിൽ, തിരിഞ്ഞ് കുത്തുകയാണെങ്കിൽ അവർക്ക് ജീവിക്കാൻ അവകാശം കൊടുക്കരുത്. കാരണം നമ്മുടെ രാജ്യമാണ് നമുക്ക് വലുത്. നമ്മുടെ രാജ്യത്ത് നിൽക്കുന്ന ഓരോ പൗരനും എല്ലാ അവകാശങ്ങളുണ്ട്, എല്ലാം ജീവിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് ഓരോ പൗരനും. അത് ഹിന്ദു ആയിക്കോട്ടെ, മുസ്ലിമാനായിക്കോട്ടെ, ക്രൈസ്തവനായിക്കോട്ടെ, ഏത് മതമായിക്കോട്ടെ. അതൊക്കെ ഒന്ന് കണ്ടറി, മനുഷ്യന് കണ്ടറി. അല്ലാതെ പാക്കിന് വേണ്ടി ഇവിടുന്ന് വീറ് വിളിച്ച് ജാഥ നടത്തല്ല വേണ്ടത്. ആ പഹൽഗാമിൽ 26 ആൾ കൊന്നപ്പോൾ നമ്മുടെ കേരളത്തിൽ എന്തേ ഇല്ലാതെ പോയി? സമരം ചെയ്യലും ഐക്യദാർഢ്യം പിടിക്കാതൊക്കെ പോയി എന്തുകൊണ്ടാ? അതൊന്നും കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ലേ? ഗാസയിൽ നടന്നതിന് ഇവിടെ എന്തെല്ലാണോ അല്ലാത്തത്, എന്താ പറയുക, ഇരട്ടത്താപ്പെന്നറിയില്ലേ, ഭയങ്കരം. ഇന്നിപ്പോൾ നമ്മളെ സഹോദരന്മാർ, നമ്മൾ ഇന്ത്യയിൽ നടന്ന നമ്മുടെ സഹോദരന്മാർക്ക് സംഭവിച്ചപ്പോൾ ഒരെണ്ണത്തിൻ്റെ മായ തുറന്നിട്ടില്ല, ഒക്കെ തുന്നി കെട്ടിയൊക്കെയായിരുന്നു. ഒരെണ്ണം ഐക്യദാർഢ്യം ഇതാക്കിയില്ല, എന്താ പാകിസ്ഥാനെതിരെ ശബ്ദിച്ചില്ല, പാകിസ്ഥാനെതിരെ മുദ്രാവാക്യം വിളിച്ചിട്ടില്ല, ജാഥ നടത്തിയില്ല, തെരുവിലിറങ്ങിയിട്ടില്ല, ഒന്നുമില്ല. അപ്പോൾ അവർ ചെയ്ത് ശരി എന്ന രൂപത്തിൽ അത് എന്താ പറയുക, മൗനത്തോടെ നിൽക്കരുത് അല്ലേ? അതാണ് ഈ പാക്കിനോട് ഇത്ര താല്പര്യമുള്ള ആളുകൾ നമ്മളെ കൂട്ടത്തിൽ ഉണ്ടാവും. ഒരിക്കലും നമുക്കത് അറിയാൻ കഴിയില്ല. ഒപ്പൊന്ന് തോള് ഒന്ന് ചെവി കടിക്കാറില്ലേ, ആ രൂപത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കേരളം തന്നെ ഒരു ചെറിയ പാകിസ്ഥാൻ രൂപത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നത്. വല്ലാത്ത അവസ്ഥ. എന്തായാലും ഇങ്ങനെ പാക്ക് തീവ്രമായ ചിന്തയും
മതഭ്രാന്തുള്ളവർ ഈ തീവ്രവാദ രൂപത്തിൽ വരികയാണെങ്കിൽ നേരെ കാച്ചിക്കളിയാണ്, ഒന്നും നോക്കണ്ട, നേരെ കാച്ചിക്കളിയാണ്. അവർ ഈ നാടിന് ആപത്താണ്, നാട്ടിലെ പൗരന്മാർക്കും ആപത്താണ്. അവരെ കൂട്ടത്തിട്ട് പൊട്ടിക്കും. അവർക്ക് ജീവിക്കാനോ നഷ്ടപ്പെടാനോ അല്ല, ജീവിക്കാൻ താല്പര്യമില്ല, നഷ്ടപ്പെടാനൊന്നുമില്ല. അങ്ങനെ ഒരുത്തന്മാരാണ് ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുക. മതം തലക്ക് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ കാണാതെ എല്ലാവരും കൊല്ലാൻ നോക്കും. അപ്പം ഇങ്ങനെ ഇനി നമ്മൾ കൂട്ടത്തുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യാം, അങ്ങനെ ഒരു തീവ്രമായ സംഭവം അവൻ്റെ ഇത് കണ്ടു കഴിഞ്ഞാൽ നേരെ എന്നേക്ക് വിളിച്ച് പറയാം. എന്നാൽ ബാക്കിയുള്ളവർക്ക് ജീവിക്കാൻ, ബാക്കിയുള്ള ഒരുപാട് നിരപരാധികളുണ്ട്, നല്ല മനുഷ്യത്വം ഉള്ള ആളുകൾ തന്നെ ഉണ്ട്. അപ്പം അവർക്ക് ജീവിക്കണമെങ്കിൽ, സാധാരണക്കാർ ജീവിക്കണമെങ്കിൽ ഇങ്ങനത്തവന്മാർ ഇവിടുന്ന് മാറി തന്നെ വേണം. അല്ല അവർ കുത്തിത്തിരിപ്പിച്ച് ആ റൂട്ടിലേക്ക് തിരിക്കും, ബ്രെയിൻ വാഷ് ചെയ്ത് അവർ റൂട്ടിൽ തിരിക്കവർ ഉറപ്പാണ്, ഒരു സംശയമില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എൻ്റെ ഒരു പേഴ്സണായിട്ട് കാര്യം പറഞ്ഞു, നമ്മളെ ഉള്ളിലെ രോക്ഷണം, നമ്മളെ രാജ്യത്തേന് തിരിഞ്ഞു കുത്തിയ പാക്ക് അനുകൂലികളുള്ള രോക്ഷമാണ് ഞാൻ ഈ പറഞ്ഞത്. നമ്മളെ രാജ്യത്ത് നമ്മളെ പ്രധാനമന്ത്രി, നമ്മളെ ഇന്ത്യൻ സൈന്യത്തെ വരെ അവഹേളിക്കുന്ന ആരാണെങ്കിലും നമ്മൾ പ്രതികരിക്കണം. അവരവിടെ ഉള്ളതുകൊണ്ടാണ് നമ്മളിതോടെ നീച്ച് നടക്കുന്നത് എന്ന ബോധം ഓരോ പൗരനും ഉണ്ടാകണം. അത് മനസ്സ് വെച്ചിട്ട് വേണം നമ്മളിവിടെ ചെയ്യണമെങ്കിൽ, നമുക്ക് ജീവിക്കണമെങ്കിൽ. അവരുടെ കാരുണ്യമാണെന്ന് മനസ്സിലാക്കണം. നമ്മളെ ഇന്ത്യൻ സൈന്യം ആ അതിർത്തി ഇല്ലെങ്കിൽ എന്തായിരിക്കും ഇന്ന് ഇവിടെ നിന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകും. ഏത് അവന്മാരും വന്ന് അടിച്ച് നിരത്തി ഇവിടെ കുട്ടിച്ചോറാക്കി പോകില്ല. അപ്പോൾ നമുക്ക് നമ്മളെ രാജ്യത്ത് നിൽക്കുമ്പോൾ നമ്മളെ രാജ്യത്ത് നയിക്കുക, നമ്മൾ ഇന്ത്യൻ സൈന്യത്തെ, നമ്മൾ പ്രധാനമന്ത്രി, ഇതൊക്കെ നമ്മൾ എന്താ പറയുക, സപ്പോർട്ട് ചെയ്യണവരൊക്കെ, അവരൊക്കെയാണ് നമ്മളെ സംരക്ഷിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും തിരിഞ്ഞു കൊത്തിയില്ലെങ്കിലും മിണ്ടാണ്ടിരുന്നാൽ മതി. നന്മ ചെയ്തില്ലെങ്കിലും തിന്മ ഒരിക്കലും ചെയ്യല്ലേ. അവരവരെ ജോലിയിൽ ഏർപ്പെടട്ടെ, ഒരിക്കലും തിരിഞ്ഞു കൊത്തല്ലേ. അപ്പോൾ ഇത് ഈ സംസാരിച്ചത് നമ്മുടെ ഉള്ളിലെ രോക്ഷമാണ്. കാരണം നമ്മളെ ഇന്ത്യൻ ജനത അല്ലെങ്കിൽ ഇന്ത്യൻ സൈന്യം, നമ്മുടെ പ്രധാനമന്ത്രി നമ്മളെ രാജ്യത്തെ അവഹേളിക്കുമ്പോൾ എൻ്റെ മനസ്സിലെ രോക്ഷം ഞാൻ പറഞ്ഞതാണ്. ഒരിക്കലും ഞാൻ സഹിക്കില്ല ഇന്ത്യൻ പട്ടാളത്തെയും, പിന്നെ അതേപോലെ നമ്മളെ പ്രധാനമന്ത്രി ആണെങ്കിലും ആരാണെങ്കിലും അവരെ കുറ്റം പറയുന്നതോ അവഹേളിക്കുന്നതോ നമുക്കൊരു ഇന്ത്യൻ പൗരനും സഹിക്കില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഇനിയും ഇങ്ങനെ ഒരെണ്ണം ഇറങ്ങുമ്പോൾ മുൻകരുതലോടെ എടുക്കുക. ഓക്കെ.